ഹായ് എവരി വൺ. നമുക്ക് അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 4 ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് ആസ് പെർ AS 13. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 പ്രകാരം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്താ, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്താ? AS 13 പ്രകാരം ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അക്കോർഡിംഗ് ടു AS 13, investment refers to the asset held by an enterprise for earning income by way of dividend, interest and rentals, for capital appreciation, for other benefits, for investing enterprises. It is to be noted that assets held as stock in trade are not investment. അതായത് AS 13 പ്രകാരം ഒരു എൻ്റർപ്രൈസ് ഹോൾഡ് ചെയ്യുന്ന അസറ്റിനെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയും. കാരണം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒരു അസറ്റ് ആണല്ലോ. എന്തിനു വേണ്ടി? ഫോർ ഏണിംഗ് ഇൻകം ബൈ വേ ഓഫ് ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് ആൻഡ് റെൻ്റൽ. ഡിവിഡൻഡ് ലഭിക്കാൻ, ഇൻട്രസ്റ്റ് ലഭിക്കാൻ, അതുപോലെ തന്നെ റെൻ്റ് ഒരു ഇൻകം അല്ലേ, പ്രോപ്പർട്ടീസ് ലെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഇൻകം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ഒന്ന്. അടുത്തത് ഫോർ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കുറച്ച് നാൾ ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മളത് സെയിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റിലായിരിക്കും നമ്മളത് സെയിൽ ചെയ്യുന്നത്. അങ്ങനത്തെ കേസിൽ ആ അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണ്. അപ്പോൾ ആ ക്യാപിറ്റൽ അപ്രീസിയേറ്റ് ചെയ്തു അത്. പിന്നെ ഫോർ അതർ ബെനിഫിറ്റ്സ് ഫോർ ഇൻവെസ്റ്റിംഗ് കമ്പനി. ഇത് രണ്ടും അല്ലാതെ ഇൻവെസ്റ്റിംഗ് കമ്പനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും അസറ്റ് ഹെൽഡ് ചെയ്യുന്നതിൽ വഴി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കമ്പനി ആ കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റിനെ സൂക്ഷിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുന്നത് അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടുള്ള അസറ്റുകളിന് ഒരിക്കലും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടത്തില്ല. കാരണം സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ, റീസെയിലിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കത്തില്ല. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. മെയിനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും. അടുത്തത് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായെന്ന് നമുക്ക് നോക്കാം. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്നും പറയും. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മെയിനായിട്ട് എന്താ, കറണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം റെഡിലി റിയലൈസബിൾ ആയിരിക്കും ആ ടൈപ്പിൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഹെൽഡ് ഫോർ നോട്ട് മോർ ദാൻ 1 ഇയർ. കാരണം അതും അറിയാം, കറണ്ട് എന്ന് പറയുമ്പോൾ തന്നെ 1 ഇയറിൽ താഴെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ കൂടാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം മെയിനായിട്ട് നമ്മുടെ ഫേമിലുള്ള ഫണ്ട്സ് ഇത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഉപയോഗത്തിന് വേണ്ടി അല്ലാത്ത ഒരു നമ്മുടെ ഫേമിലുള്ള ഫണ്ട് നമുക്ക് ടെമ്പററി ആയിട്ടൊന്ന് റോൾ ചെയ്യുക, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഐഡിൽ ക്യാഷ് ആയിട്ടിരിക്കുന്ന ക്യാഷിനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ്. ക്യാരിഡ് അറ്റ് ഫെയർ വാല്യൂ ഓർ കോസ്റ്റ് വിച്ച് എവർ ഈസ് ലെസ്. അതിൻ്റെ വാല്യൂ ചെയ്യുന്നത് അതിൻ്റെ ഫെയർ വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റ്, അതിലേതാണോ കുറവ് ആ വാല്യൂലായിരിക്കും ഈ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ വാല്യൂ ചെയ്യുന്നത്. പിന്നെ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ, കറണ്ട് ആയതുകൊണ്ട് തന്നെ കറണ്ട് അസറ്റിലാണ് കാണിക്കുന്നത്. പ്രോഫിറ്റ് ഓർ ലോസ് ട്രാൻസ്ഫേർഡ് ടു P&L. അപ്പം ഇതിനെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രോഫിറ്റും ലോസും എല്ലാം നമ്മൾ P&Lലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ അടുത്തത് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതർ ദാൻ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലാത്തതെല്ലാം നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഹെൽഡ് ഫോർ ലോങ് ടേം ആൻഡ് വിൽ പ്രൊവൈഡ് റെഗുലർ ഇൻകം. അത് മെയിനായിട്ട് ലോങ് ടേമിലേക്ക് വേണ്ടിയാണ് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അത് അത്രയും തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു റെഗുലർ ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ വാല്യൂ ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ് പ്രൈസിലാണ്. കണ്ടോ, ക്യാരിഡ് അറ്റ് ഇറ്റ്സ് കോസ്റ്റ്. അടുത്തത് വാല്യൂ വിൽ ബി റെഡ്യൂസ്ഡ് ടു ഫെയർ വാല്യൂ ഇൻ കേസ് ഓഫ് പെർമനൻറ്റ് ഡിക്ലൈൻ. ഇപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും ഒരു ഡിക്ലൈൻ ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താ, ഫെയർ വാല്യൂയിലേക്ക് റെഡ്യൂസ് ആയി പോകുമല്ലോ. അങ്ങനത്തെ ഒരു കേസിൽ ആ വാല്യൂ റെഡ്യൂസ് ആകുന്ന ആ റിഡക്ഷൻ എമൗണ്ട് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അല്ലെങ്കിൽ P&L അക്കൗണ്ടിലേക്ക്
ട്രാൻസ്ഫർ ചെയ്യും എന്നാണ് പറയുന്നത്. എന്ത് പേരിൽ? ക്രിയേറ്റിംഗ് എ പ്രൊവിഷൻ ഫോർ ഡിമിന്യൂഷൻ. ഇത് പ്രൊവിഷൻ ഫോർ ഡിമിന്യൂഷൻ എന്ന പേരിൽ ഈ പറഞ്ഞ വാല്യൂനുണ്ടായ വ്യത്യാസം ചാർജ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അടുത്തത് റൈസ് ഇൻ വാല്യൂ ക്രെഡിറ്റഡ് ടു P&L. ഇപ്പോൾ വാല്യൂ റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് P&L നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും എന്നാണ് പറഞ്ഞത്. ഷോൺ അണ്ടർ നോൺ കറണ്ട് അസറ്റ്. അപ്പോൾ അറിയാം, ലോങ് ടേം ആയതുകൊണ്ട് തന്നെ നോൺ കറണ്ട് അസറ്റിലായിരിക്കും ഇത് കാണിക്കുന്നത്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സെയിൽ നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിസർവിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു, കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ P&Lയിലേക്കും, നോൺ കറണ്ട് ആണെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്കും. കാരണം അതൊരു ക്യാപിറ്റൽ, ഒരു നോൺ കറണ്ട് അസറ്റ് ആണല്ലോ, ലോങ് ടൈം അസറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളതിന് ക്യാപിറ്റൽ റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ. ഇനിയിപ്പോൾ മെയിൻ ആയിട്ടുള്ളത് ഓൺ ദി ബേസിസ് ഓഫ് ഇൻകത്തിൻ്റെ ഉള്ള 2 ക്ലാസിഫിക്കേഷൻസ് ആണ്. അത് നമുക്കറിയാം, ഇൻകം എങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും? ഒന്ന് റെഗുലർ ഇൻകം, ഒന്ന് വേരിയബിൾ ഇൻകം അല്ലേ. അപ്പം ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ്, ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് ആണ് ഒരു ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വേരിയബിൾ ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ്. അപ്പോൾ നമുക്കറിയാം ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് എന്തുവാ? അതിൻ്റെ സെക്യൂരിറ്റീസിൻ്റെ ഇൻകം, അതായത് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും അല്ലേ. offers fixed income in the form of interest or dividend that accrues regularly but falls due on some specific date. അപ്പോൾ ഫിക്സഡ് ഇൻകം ആണ് ഈ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസിന് കിട്ടുന്നത്. ഒന്നെങ്കിൽ ഇൻട്രസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിവിഡൻഡ് ആയിരിക്കും. അത് റെഗുലറായിട്ട് അക്രൂ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ ഒരു പർട്ടിക്കുലർ ഡേയിലാണ് അത് ഡ്യൂ ആകുന്നത്. അതാണ് ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ്. നെക്സ്റ്റ് വൺ വേരിയബിൾ ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ്. അപ്പം അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്താ? വേരി ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കുകയില്ല. അപ്പം നമുക്ക് ഇക്വിറ്റി ഷെയറിൻ്റെയൊക്കെ കാര്യത്തിൽ അവരുടെ റേറ്റ് ഓഫ് റിട്ടേൺ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കമ്പനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാകുന്നത്, അതിൻ്റെ ബേസിൽ ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേണിൻ്റെ റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് വേരിയബിൾ ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസിൽ പറയുന്നത്. നമുക്ക് നോക്കാം, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ? 2 ആയിട്ട് കണ്ടോ. ആസ് പെർ AS 13 ആൻഡ് ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013. അതാണ് ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, കറണ്ടും നോൺ കറണ്ടും. അതായത് AS 13 പ്രകാരം അല്ലെങ്കിൽ ഷെഡ്യൂൾ 3 കമ്പനീസ് ആക്ടിൽ 2013 ഷെഡ്യൂൾ 3 പ്രകാരവും AS 13 പ്രകാരവും 2 ടൈപ്പിലാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതാണ് ഒന്ന് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, അടുത്തത് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു, ലാസ്റ്റ് പറഞ്ഞത് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകം. ഇൻകത്തിൻ്റെ ബേസിൽ എന്തുവാ? ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസും വേരിയബിൾ ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസും ആയിട്ട് അങ്ങനെ 2 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് നോക്കാം എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ഈ ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ. ഇത് ഈ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം എന്തൊക്കെയാണ് ഡേറ്റ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ ആണ് ഫസ്റ്റ് വൺ. ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ എന്താണെന്ന് നോക്കാം. ഫോർ ഈച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് enterprise ഷുഡ് മെയിൻറ്റെയിൻ സെപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ. സെപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആർ ഫോർ ഈച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്. ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ഫോർ റെക്കോർഡിംഗ് ഇൻകം. അതായത് എന്താ, ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനും സെപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ ഒരു എൻ്റർപ്രൈസ് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് നടത്തുന്നുണ്ടായിരിക്കും. പല ടൈപ്പ് ഓഫ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഈ പല ടൈപ്പ് ഓഫ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെയെല്ലാം നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ, ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ ലെഡ്ജറിൽ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പം ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനും ഒരു സെപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ ഉണ്ടായിരിക്കും. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജറിനെ കുറിച്ച് പറയുന്നത്.
അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജറിന് സെപ്പറേറ്റ് ഒരു ലെഡ്ജറിൽ ആ ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ നമ്മൾ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം റിട്ടേൺ, ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് എല്ലാം ആ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജറിൽ കാണിക്കുന്നുണ്ടാവും. അവിടെ ബോൾഡായിട്ട് കിടക്കുന്നുണ്ടോ. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലെഡ്ജർ which is used by the investing entity to record all the details of each investment. അതായത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലെഡ്ജറാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻവെസ്റ്റിംഗ് എൻറ്റിറ്റിക്ക് ഓരോ ഇൻവെസ്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ സൂക്ഷിക്കുന്നത്. അപ്പം മെയിനായിട്ട് എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജറിൻ്റെ ഉദ്ദേശം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. കാരണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പർച്ചേസ് ആണോ സെയിലാണോ നടത്തിയിട്ടുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ സെയിൽ നടത്തുമ്പോൾ ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന്. അടുത്തത് പ്രോപ്പർ റെക്കോർഡിംഗ് ഓഫ് ഈച്ച് സെക്യൂരിറ്റി സെപ്പറേറ്റ്ലി. ഓരോ സെക്യൂരിറ്റീനെയും സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക. അതിന് വേണ്ടിയിട്ട് കളക്ഷൻ ഓഫ് ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് വെൻ ദേ ഡ്യൂ. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡ്യൂ ആവുന്ന ടൈമിൽ ഈ ഡ്യൂവിൻ്റെ ഡേറ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇത് ഡ്യൂ ആയിട്ടുണ്ട്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള റിട്ടേൺ നമുക്ക് അതിൻ്റെ കളക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഹെൽപ്സ് ഇൻ ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ്. അപ്പം എൻഡിൽ ആ പീരീഡിൻ്റെ എൻഡിൽ വാല്യൂ നമുക്ക് ഈസിലി അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. സർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. തന്നെ സെയിൽ ഓഫ് സെക്യൂരിറ്റി നടത്തുമ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നും സർട്ടൈൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് എന്താണെന്ന് നോക്കാം. അതാണല്ലോ മെയിനായിട്ട് നമ്മുടെ മൊഡ്യൂൾ തന്നെ. ഇറ്റ്സ് എ റിയൽ അക്കൗണ്ട്. കാരണം അസറ്റിനെ സംബന്ധിച്ചുള്ള ഒരു അക്കൗണ്ടാണ്, അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ റിയൽ അക്കൗണ്ട്. Each investment account is headed with the name of the security, the rate of interest or dividend, and date on which dividend is payable. ഈ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെയും ഹെഡിങ് എങ്ങനെയായിരിക്കണമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഹെഡിങ് ഫസ്റ്റ് സെക്യൂരിറ്റിയുടെ പേര്, അതിനുശേഷം അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്, അതിനുശേഷം എന്താ എപ്പോഴാണോ ഡിവിഡൻഡ് പേയബിൾ ആയിട്ടുള്ള ഡേറ്റ് ആ ഡേറ്റ്. ഈ 3 കാര്യങ്ങളാണ് ഹെഡിങ്ങിൽ വേണ്ടത് എന്നാണ് പറയുന്നത്. അടുത്തത് ഓൺ പർച്ചേസ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ആൻഡ് ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് പർച്ചേസ് പ്രൈസ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്തുവാ ഡെബിറ്റ് ചെയ്യും, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും ആ പർച്ചേസിൻ്റെ എമൗണ്ടിൽ. ഇപ്പോൾ സെയിലാണ് നടത്തുന്നതെങ്കിലോ നേരെ തിരിച്ച് അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ആ എമൗണ്ട് എത്രയാണോ നമുക്ക് കിട്ടിയ ആ എമൗണ്ട് വെച്ചിട്ട് അല്ലേ. പിന്നെ അടുത്തത് കോസ്റ്റ് പ്രൈസ് ഇൻക്ലൂഡ് ബ്രോക്കറേജ് ആൻഡ് നെറ്റ് പ്രോസീഡ്സ് റിയലൈസ്ഡ് ഫ്രം സെയിൽ ഈസ് സെയിൽസ് പ്രൈസ് ലെസ് ബ്രോക്കറേജ്. അതായത് ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതിനകത്ത് ബ്രോക്കറേജ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. കാരണം ഈ പർച്ചേസ് നടത്തുന്ന സമയത്തുള്ള എമൗണ്ടിൽ അതിൻ്റെ കൂടെ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ നമ്മുടെ ബ്രോക്കറേജിൻ്റെ എമൗണ്ടും കൂടെ നമ്മൾ ഇപ്പോൾ സെയിൽസ് ആണ് നടക്കുന്നതെങ്കിൽ നെറ്റ് സെയിൽസ് അല്ല സെയിൽസ് പ്രൊസീഡ്സിൽ നിന്ന് സെയിൽ നടത്തുമ്പോൾ ടോട്ടൽ എത്ര എമൗണ്ട് ആണോ കിട്ടിയത് അതിൽ നിന്നും ഈ ബ്രോക്കറേജിൻ്റെ എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യും എന്നാണ് പറയുന്നത്. അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അതായത് പർച്ചേസിൻ്റെ സമയത്ത് ബ്രോക്കറേജ് ആഡ് ചെയ്യും, സെയിൽസിൻ്റെ കേസ് ബ്രോക്കറേജ് ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മുടെ കോസ്റ്റ് പ്രൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അടുത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫോർമാറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. കണ്ടോ, ഫോർമാറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻ ദ ബുക്ക് ഓഫ് ഏത് സെക്യൂരിറ്റി ആണോ ആരുടെ ഏത് കമ്പനീൻ്റെ ബുക്കിലാണോ ആ അക്കൗണ്ട് എടുക്കുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ്, അതിനുശേഷം 12% ഡിബഞ്ചേഴ്സ് ഇൻ ഡാഷ്, അതായത് എത്ര റേറ്റിലാണോ ആ ഡിബഞ്ചർ അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി അതിൻ്റെ നെയിം, ഏത് കമ്പനിയിലാണോ ആ കമ്പനീൻ്റെ പേര്, എത്രയാണോ റേറ്റ് അത്, അതിനുശേഷം ഏത് ഡേറ്റിലാണോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത് ആ ഡേറ്റ്. പിന്നെ നമുക്കതിൻ്റെ ഫോർമാറ്റ് ടേബിൾ നോക്കാം. ഫസ്റ്റ് കോളം ഒരു ഡേറ്റ് കോളം, പിന്നെ പർട്ടിക്കുലേഴ്സിൻ്റെ ഒരു കോളം, പിന്നെ ലെഡ്ജർ ഫോളിയോ കോളം, പിന്നെ നോമിനൽ വാല്യൂ, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്, പ്രിൻസിപ്പൽ ഓർ കോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അങ്ങനെയൊരു
സെയിം കോളം തന്നെ ഇപ്പുറത്തെ സൈഡിൽ. അപ്പോൾ നമുക്ക് നോക്കാം പർട്ടിക്കുലേഴ്സ് എന്താ. നമ്മളിപ്പോൾ പറഞ്ഞു ടു ബാലൻസ് ബി ഡി. ബാലൻസ് ബി ഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലൻസ് ഡ്രോ ഡൗൺ ചെയ്യുന്ന ആ ഒരു എൻട്രിയാണ് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. അതിനുശേഷം ടു ബാങ്ക് അക്കൗണ്ട്. അതിപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണോ എമൗണ്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എത്രയാണോ നമുക്ക് എമൗണ്ട് കൊടുത്തത് ആ എമൗണ്ട് നമ്മൾ എഴുതുക. അതാണ് പർച്ചേസിൻ്റെ എൻട്രി. അടുത്തത് ടു P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് ഓൺ സെയിൽ. ഇപ്പം നമ്മൾ സെയിൽ നടത്തുന്ന കേസിൽ നമുക്ക് പ്രോഫിറ്റാണ് കിട്ടുന്നതെങ്കിൽ നമ്മളിവിടെ പ്രോഫിറ്റ് ഓൺ സെയിൽ എന്ന് പറഞ്ഞ് ഈ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ആനുവൽ ഇൻട്രസ്റ്റ്, നമ്മൾ എത്ര ഇൻട്രസ്റ്റ് നമുക്ക് റിസീവ് ആയോ ആ എമൗണ്ട് നമ്മൾ P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ആ ഒരു എൻട്രിയാണ് ടു P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ക്രെഡിറ്റ് സൈഡിലെ കോൾ ആണെങ്കിൽ ബൈ ബാങ്ക് അക്കൗണ്ട്. എങ്ങനെയാണ് സെയിൽസ് നടത്തുമ്പോൾ എങ്ങനെയാണോ അത്. പിന്നെ ബൈ ബാങ്ക് അക്കൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട്, എത്ര ഇൻട്രസ്റ്റ് ആണോ നമുക്ക് കിട്ടിയത് ആ എൻട്രിയാണ് ഈ ബൈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത ടു P&L അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമ്മൾ പ്രോഫിറ്റ് കാണിച്ചു. സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ കാണിക്കുന്നത് ലോസ് ഓൺ സെയിലായിരിക്കും. അപ്പം അവസാനം വരുന്നത് ബൈ ബാലൻസ് സി ഡി. അത് എത്രയാണോ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നത് ആ എമൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്ത് എഴുതുന്നു. എത്രയാണ് ഫോർമാറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്ത എന്താ, ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അത് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന ആ റിട്ടേൺസിനെ എല്ലാം കൂടെ ചേർത്ത് ഒരു ഇൻകം അക്കൗണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഒരൊറ്റ അക്കൗണ്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ബ്രോക്കറേജിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഈ എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ നേച്ചറിലുള്ള ഒരു എക്സ്പെൻസാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യണം, സെയിൽസ് പ്രൈസ് ചെയ്യുന്നത് ലെസ് ചെയ്യണം. അതാണ് ഈ ബ്രോക്കറേജ് എന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഇനി നോക്കാനുള്ളത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. എങ്ങനെയാണ് ഈ അക്കൗണ്ട്സിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും എന്നാണ് നോക്കുന്നത്. മെയിനായിട്ടും ഈ ട്രീറ്റ്മെൻറ്റ് പർച്ചേസിൻ്റെയോ സെയിലിൻ്റെയോ ഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് മെയിനായിട്ടും ഉള്ളത്. ഫസ്റ്റ് വൺ നോക്കാം. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ജസ്റ്റ് അറ്റ് ദി ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്. ഇപ്പോൾ പർച്ചേസോ സെയിലോ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പർച്ചേസോ സെയിലോ നടക്കുന്നത് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഡിവിഡൻഡോ കൊടുക്കുന്ന ആ പേയ്മെൻറ്റ് നടത്തേണ്ട ഡേറ്റിലാണ് ഈ പർച്ചേസോ സെയിലോ നടക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് ഉള്ളത്. അപ്പം ആ ഡേറ്റിലാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് ഈ നമ്മുടെ കൊട്ടേഷൻ പ്രൈസ് ഉണ്ടല്ലോ, എത്ര എമൗണ്ടിനാണോ പർച്ചേസ് ചെയ്യുന്നത് ആ എമൗണ്ടിന് ഒരു ഡിവിഷൻ ഇല്ല. കാരണം ഒരൊറ്റ എമൗണ്ട് ആയിരിക്കും. ആ എമൗണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഇൻകത്തിൻ്റെ ഒരു ഇൻകം അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടാവത്തില്ല. ആ ഒരു കൊട്ടേഷൻ പ്രൈസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം കറക്റ്റ് ഡേറ്റിൽ ഇതിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഈ കൊട്ടേഷൻ പ്രൈസ് എന്ന് പറയുന്നത് ആ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായിട്ട് ഇരിക്കുന്നത്. അപ്പം സെല്ലർ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് കൊട്ടേഷൻ പ്രൈസ് മാത്രമായിരിക്കും. അപ്പം അതിൻ്റെ എൻട്രീസ് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പം ഇൻവെസ്റ്ററിൻ്റെ ബുക്കിലാണ് ജേണൽ എൻട്രീസ് വരുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് വൺ പർച്ചേസ് ഓൺ ഇൻട്രസ്റ്റ് ഡേറ്റിലാണ് പർച്ചേസ് നടക്കുന്നതെങ്കിൽ എൻട്രി ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്. അത് നോർമലി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ക്യാഷ് പോകും, അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്. ആ എമൗണ്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റും പ്ലസ് ബ്രോക്കറേജും, എത്ര ബ്രോക്കറേജ് ആണോ എമൗണ്ട് അതും കൂടെ ചേർത്തിട്ടായിരിക്കും ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ടായിട്ട് നമ്മൾ കാണിക്കുന്നത്. പിന്നെ അടുത്ത് സെയിലാണ്, ഇൻട്രസ്റ്റ് ഡേറ്റിൽ സെയിലാണ് നടക്കുന്നതെങ്കിൽ എൻട്രി നേരത്തെ നേരെ ഓപ്പോസിറ്റ്.
അതായത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. എത്ര എമൗണ്ട് ആണോ സെയിൽസിൽ നിന്ന് കിട്ടിയ ആ എമൗണ്ടിന് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പം അതിൽ സെയിൽസ് പ്രൈസിൽ നിന്ന് ബ്രോക്കറേജിൻ്റെ എമൗണ്ട് എക്സ്ക്ലൂഡ് ചെയ്യും. അത് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ഇവിടെ നമ്മൾ കാണിക്കുന്നത്. അടുത്തത് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് റിസീവ്ഡ് ആഫ്റ്റർ പർച്ചേസ്. അപ്പം പർച്ചേസ് നടത്തിയതിന് ശേഷമാണ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഓർ ഡിവിഡൻഡ് അക്കൗണ്ട്. എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട് ഇൻ ക്യാഷ് കിട്ടുന്നതാണ്, അപ്പം ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഓർ ഡിവിഡൻഡ് അക്കൗണ്ട്. ഓക്കെ. അടുത്തത് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ട്രാൻസ്ഫേർഡ്. ഇപ്പം ആ ലാസ്റ്റ് ആ ഇയർ എൻഡിങ്ങിൽ ആ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഓർ ഡിവിഡൻഡ് അക്കൗണ്ട് ഡെറ്റർ ടു P&L അക്കൗണ്ട്. P&Lൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കുമല്ലോ നമ്മൾ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ഏൺഡ് അല്ലെങ്കിൽ റിസീവ്ഡ് കാണിക്കുന്നത്. അപ്പം ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് അക്കൗണ്ട് ഡെറ്റർ ടു P&L. അടുത്തത് വെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ സോൾഡ് അറ്റ് എ പ്രോഫിറ്റ്. ഇപ്പോൾ പ്രോഫിറ്റിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എൻട്രി ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു P&L അക്കൗണ്ട്. P&L നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് ഓൺ സെയിൽ P&L നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു P&L. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിന് ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നു, P&L അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇപ്പം ലോസിലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളതെങ്കിൽ അതാണ് ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന എൻട്രി. അപ്പോൾ നമ്മുടെ നേരത്തെ ആ എൻട്രി നേരെ ഓപ്പോസിറ്റ് P&L അക്കൗണ്ട് ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. P&L അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ഇൻവെസ്റ്റ് അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അതാണ് ഈ ലോസ് ആകുമ്പോൾ ഉള്ള എൻട്രി. Second one, purchase and sale of investment before the date of payment of interest or dividend. അപ്പോൾ പർച്ചേസോ സെയിലോ നടക്കുന്നത് ഇൻട്രസ്റ്റിൻ്റെയോ ഡിവിഡൻറ്റിൻ്റെയോ പേയ്മെൻറ്റിൻ്റെ ഡേറ്റിന് മുമ്പത്തെ ഏതെങ്കിലും ഒരു ഡേറ്റിലാണെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഇപ്പം സെയിലോ പർച്ചേസോ നടക്കുമ്പോൾ ഇൻട്രസ്റ്റ് ക്യുമുലേറ്റീവ് കം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കം ഡിവിഡൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ എങ്ങനെയായിരിക്കും എൻട്രി എന്ന് നോക്കാം. ഇപ്പം കോട്ടഡ് പ്രൈസ് ഈസ് ഇൻക്ലൂസീവ് ഓഫ് കോസ്റ്റ് ആൻഡ് അക്രൂഡ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് അപ് ടു ദ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് പർച്ചേസർ ഹാസ് ടു പേ എ ഹയർ എമൗണ്ട്. അതായത് നമ്മൾ സെയിൽ ഓർ പർച്ചേസ് നടത്തുമ്പോൾ നമ്മുടെ സെല്ലർക്ക് കൊടുക്കുന്ന ആ എമൗണ്ട് അതെന്ന് പറയുന്നത് കൊട്ടേഷൻ പ്രൈസ്. ആ പ്രൈസിനകത്ത് എന്താ? ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് അപ് ടു ദ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, ആ ഡേറ്റ് വരെയുള്ള എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കൂടെ ഉൾപ്പെട്ടിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ സെല്ലർക്ക് കൊടുക്കുന്നത്. ആ ഡേറ്റ് എന്ന് പറയുന്നത് എന്താ? ലാസ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് നടന്ന ഡേറ്റും ട്രാൻസാക്ഷൻ നടക്കുന്ന ഡേറ്റും ആ പീരീഡിലുള്ള എത്ര പീരീഡ് ആണോ ഉള്ളത് ആ പീരീഡിലുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ എമൗണ്ടും കൂടെ ചേർന്നിട്ടുള്ള എമൗണ്ട് ആയിരിക്കും സെല്ലർക്ക് പർച്ചേസർ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം എന്താ? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും ഒരു ഹയർ എമൗണ്ട് ആയിരിക്കും സെല്ലർക്ക് പർച്ചേസർ കൊടുക്കേണ്ടത്. ആ ടേബിളിൽ കണ്ടോ? കൊട്ടേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് എന്നാണ് കൊട്ടേഷൻ പ്രൈസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. കേസ് 1, കം ഇൻട്രസ്റ്റ് ഓർ കം ഡിവിഡൻഡ് പർച്ചേസ്. അപ്പം പർച്ചേസിൻ്റെ കാര്യത്തിൽ നോക്കുന്നത്, ഇപ്പോൾ പർച്ചേസ് നടത്തിയത് കം ഇൻട്രസ്റ്റ് ഓർ കം ഡിവിഡൻറ്റിലാണെങ്കിൽ, അതായത് അപ്പം നമുക്ക് മനസ്സിലാക്കാമല്ലോ ക്യുമുലേറ്റീവ് അതായത് ഇൻക്ലൂസീവ് ആ കൊട്ടേഷൻ പ്രൈസിനകത്ത് എന്ത് പർച്ചേസിൻ്റെ അകത്ത് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ, പർച്ചേസ് ഇസ് മെയ്ഡ് അറ്റ് കം ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്. പർച്ചേസ് നടന്നത് കം ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് എന്നാണെങ്കിൽ നമുക്കറിയാം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നുള്ളൊരു എൻട്രി ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരാളും കൂടെ വന്നാൽ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്, അപ്പോൾ ആ എമൗണ്ടും കൂടെ ചേർന്നിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ഈ ബാങ്കിൻ്റെ എൻട്രിയിൽ വരുന്ന എമൗണ്ടിനകത്തുള്ളത്. ഈ എമൗണ്ടിനകത്ത് എന്താ? ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ടും ഉണ്ട്,
ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് ഓൾറെഡി ഡെബിറ്റ് ചെയ്തു. അപ്പോൾ എന്താ, ഇൻട്രസ്റ്റ് ഓർ അക്കൗണ്ട് ഓർ ഡിവിഡൻഡ് അക്കൗണ്ടിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്ത് എഴുതുക. ആ എൻട്രി അപ്പം എങ്ങനെ വരും? ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഓർ ഡിവിഡൻഡ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് കോസ്റ്റ് എമൗണ്ടും കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും, ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അക്രൂഡ് ഇൻട്രസ്റ്റും, ലാസ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ എൻട്രിയിൽ കംപ്ലീറ്റ് ഉള്ള ടോട്ടൽ കൊട്ടേഷൻ പ്രൈസിൻ്റെ എമൗണ്ടുമാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ വരയ്ക്കുമ്പം അതിൽ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ കൊട്ടേഷൻ പ്രൈസ് കാണിക്കും. അപ്പം അതിൻ്റെ ഉള്ളിൽ ആ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്ന എമൗണ്ടിൻ്റെ കൂടെ തന്നെ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഈ ഇൻട്രസ്റ്റ് കോളത്തിന് നമ്മൾ കാണിക്കണം. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നോമിനൽ വാല്യൂസ് എഴുതും, സെക്കൻഡ് കോളത്തിൽ ഇൻട്രസ്റ്റ് എഴുതും, തേർഡ് കോളത്തിൽ എന്താ നമ്മുടെ കോസ്റ്റ് എമൗണ്ട് എഴുതും. അപ്പം ഫസ്റ്റ് കോളത്തിൽ നോമിനൽ വാല്യൂ എഴുതുക, സെക്കൻഡ് കോളത്തിൽ എത്രയാണോ അക്രൂഡ് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അത് എഴുതുക, ആൻഡ് തേർഡ് കോളത്തിൽ എന്താണോ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് അത് എഴുതുക. ഓക്കെ, ഇനി അടുത്ത എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് റിസീവ്ഡ് ഓൺ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിൽ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന എൻട്രി എന്താ? ക്യാഷ് കിട്ടുന്നു, അതുകൊണ്ട് തന്നെ എന്താ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഓർ ഡിവിഡൻഡ് അക്കൗണ്ട്. അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക. അപ്പം ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് ആണോ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തത്, അതായത് നമ്മൾ പർച്ചേസ് എല്ലാം നടത്തിയതിന് ശേഷം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ, ആ എൻട്രി ആണ് ഇത്. ആ എമൗണ്ടിനെ നമ്മൾ ആ ഇൻട്രസ്റ്റിൻ്റെ അക്കൗണ്ട് കോളത്തിൽ കാണിക്കുക, അതാണ് എൻട്രി. അടുത്തത് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഫൗണ്ട് ബൈ ഡിഡക്റ്റിംഗ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് അക്രൂഡ് ഫ്രം ദി കൊട്ടേഷൻ പ്രൈസ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊട്ടേഷൻ പ്രൈസ് എത്രയാണോ അതിൽ നിന്ന് എത്ര എമൗണ്ട് ആണോ ഇൻട്രസ്റ്റിനായിട്ട് ആയത് ആ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ആ എമൗണ്ട് കുറയ്ക്കുമ്പോഴാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആക്ച്വൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതാണ് ഈ ടേബിളിൽ പറഞ്ഞിട്ടുള്ളത്. കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കം ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് പർച്ചേസ്. അപ്പോൾ പർച്ചേസ് നടത്തുന്ന സമയത്ത് കം ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് കൊട്ടേഷൻ പ്രൈസ് ആയിരിക്കുമല്ലോ ഈ കേസിൽ. അപ്പോൾ ആ എമൗണ്ട് എത്രയാണോ അത് നമ്മൾ എടുക്കുക, അതിൽ നിന്ന് നമ്മുടെ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് അക്രൂഡ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യുക. അപ്പോൾ ഈ എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നോമിനൽ വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ് പർച്ചേസ്ഡ് ഇൻറ്റു റേറ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റു പീരിയഡ് ബൈ 12. അപ്പോൾ നോമിനൽ വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ആ സെക്യൂരിറ്റിയുടെ നോമിനൽ വാല്യൂ എത്രയാണോ ആ ഒരു വാല്യൂ അതിനെ റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ട് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അതിനെ വീണ്ടും ആ പീരിയഡ് എത്ര പീരീഡാണോ ഉള്ള അത് ഡിവൈഡ് ബൈ 12 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ആ പീരീഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തിയ ഡേറ്റും ആ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റിനും ഇടയിലുള്ള പീരീഡിനെയാണ് പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പീരീഡ് ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് അക്രൂഡ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടും. അത് ലെസ് ആ ആദ്യത്തെ കൊട്ടേഷൻ പ്രൈസിൽ നിന്ന് ഇൻട്രസ്റ്റ് എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. അടുത്ത നമുക്ക് നോക്കാം എക്സ് ഇൻട്രസ്റ്റ് ഓർ എക്സ് ഡിവിഡൻഡ്. എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്, അതായത് ഇൻട്രസ്റ്റ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞു കൊട്ടേഷൻ പ്രൈസ് എന്ന് പറയുന്നത് എന്താ? കം ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞു, അതായത് അതിനകത്ത് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? കൊട്ടേഷൻ പ്രൈസിനകത്തുനിന്ന് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ഒഴിവാക്കിയിട്ടായിരിക്കും കൊട്ടേഷൻ പ്രൈസ് പറയുന്നത്. മനസ്സിലായോ? പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും സെല്ലർ ഇൻട്രസ്റ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ആ എമൗണ്ടും കൂടെ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് 2 ടൈപ്പിലാണെങ്കിലും സെല്ലർ ആക്ച്വലി പേ ചെയ്യേണ്ട എമൗണ്ട് സെയിം തന്നെയാണ്. ആ ഒരു ഹയർ എമൗണ്ട് ആയിരിക്കും സെല്ലർ പേയ്മെൻറ്റ് നടത്തേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. കോട്ടൺ പ്രൈസ്
only covers the cost of investment and excludes interest or dividend accrued. Purchaser is liable to pay additional amount as interest. അതായത് എന്താ, ക്വാർട്ടർ പ്രൈസിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് മാത്രമേ ഉള്ളൂ, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പോലും പർച്ചേസർ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടും കൂടെ സെല്ലർക്ക് പേ ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സെല്ലർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ് എന്തൊക്കെയാണ്? കൊട്ടേഷൻ പ്രൈസ് പ്ലസ് അക്രൂഡ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്. കാരണം എന്താ, കൊട്ടേഷൻ പ്രൈസ് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നു, വീണ്ടും നമ്മൾ എത്ര എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ് ഉള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് ആണ് സെല്ലർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഡിഫറൻസ് നോക്കാം. എക്സ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ആൻഡ് കം ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻറ്റിൻ്റെ ഒരു ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് കോളത്തിൽ കം ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്, സെക്കൻഡ് കോളത്തിൽ എക്സ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്. അപ്പം കൊട്ടേഷൻ പ്രൈസ് കം ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എന്താ, കൊട്ടേഷൻ പ്രൈസിനകത്ത് എന്തുണ്ട്? ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ഉണ്ട്. അപ്പോൾ കോസ്റ്റ് പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പം പക്ഷേ കൊട്ടേഷൻ പ്രൈസ് എക്സ് ഇൻട്രസ്റ്റിൻ്റെ കേസിലോ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തത് കം ഇൻട്രസ്റ്റിൻ്റെ കേസിൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ കൊട്ടേഷൻ പ്രൈസിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് കിട്ടും. പക്ഷേ എക്സ് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എന്താ, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും കൊട്ടേഷൻ പ്രൈസ്, അല്ലേ? അടുത്തത് റൈറ്റ് ടു റിസീവ് ദ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സെല്ലർ ടു ദ പർച്ചേസർ. സെല്ലറിൽ നിന്ന് പർച്ചേസർക്ക് ആ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കം ഇൻട്രസ്റ്റിൽ. പക്ഷേ എക്സ് ഇൻട്രസ്റ്റിലാണെങ്കിൽ ആ സെല്ലർ തന്നെ ആ ഒരു റൈറ്റ് അയാളിൽ തന്നെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ എക്സ് ഇൻട്രസ്റ്റിൻ്റെയും കം ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നമുക്ക് കേസ് 2 എക്സ് ഇൻട്രസ്റ്റ് ഓർ എക്സ് ഡിവിഡൻഡ് പർച്ചേസ്. നമ്മൾ കം ഇൻട്രസ്റ്റ് പർച്ചേസ് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് എക്സ് ഇൻട്രസ്റ്റ് പർച്ചേസ്. അപ്പം നമുക്കറിയാം എക്സ് ഇൻട്രസ്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഇൻട്രസ്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്ക്ലൂസീവ്, അതായത് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കൂട്ടാത്ത പർച്ചേസ്. അപ്പോൾ അതിൻ്റെ എൻട്രി എങ്ങനെ വരും? പർച്ചേസ് ഈസ് മെയ്ഡ് അറ്റ് എക്സ് ഇൻട്രസ്റ്റ് ഓർ എക്സ് ഡിവിഡൻഡ് ആണെങ്കിൽ നമ്മൾ നേരത്തെ അതേ എൻട്രി എന്താ, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഓർ ഡിവിഡൻഡ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. പക്ഷേ ആ എമൗണ്ട് എഴുതുന്നതിലാണ് ഒരു ചെറിയ വ്യത്യാസം വരുന്നത്. എങ്ങനെയാണെങ്കിലും സെല്ലർക്ക് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള എമൗണ്ട് ആയിരിക്കും, അല്ലേ? സെല്ലർ എത്രയാണോ കൈപ്പറ്റുന്ന ആ എമൗണ്ട് ആയിരിക്കും ബാങ്ക് അക്കൗണ്ടായിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. ആ സെല്ലർ കൈപ്പറ്റുന്ന എത്രയാണ്? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട്, അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് സെല്ലർ സ്വീകരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ആയിരിക്കും ടു ബാങ്ക് അക്കൗണ്ടിൽ വരുന്നത്. കണ്ടില്ലേ, കൊട്ടേഷൻ പ്രൈസ് പ്ലസ് അക്രൂഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ അതെന്ന് പറയുന്നത് എന്താ, കൊട്ടേഷൻ പ്രൈസ് മാത്രമേ ഉള്ളൂ, കാരണം ഇത് എക്സ് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഓർ ഡിവിഡൻഡ് അക്കൗണ്ട് ലെറ്റർ അത് നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ്, കൊട്ടേഷൻ പ്രൈസിനെ നമ്മൾ നമ്മുടെ കോസ്റ്റ് കോളത്തിൽ കാണിക്കുക. പിന്നെ നമ്മുടെ സെക്കൻഡ് കോളത്തിൽ, അതായത് ഇൻട്രസ്റ്റ് കോളത്തിൽ ആ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുക. അതാണ് ഫസ്റ്റ് എൻട്രി. സെക്കൻഡ് എൻട്രി ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് റിസീവ്ഡ് ഓൺ ഡ്യൂ ഡേറ്റ്. അത് നേരത്തെ എൻട്രി സെയിം എൻട്രി തന്നെ, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഓർ ഡിവിഡൻഡ് അക്കൗണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാം കേസ് 3 കം ഇൻട്രസ്റ്റ് ഓർ കം ഡിവിഡൻഡ് സെയിൽസ്. ഇപ്പം നമ്മൾ രണ്ടും പർച്ചേസിൻ്റെ കാര്യം പഠിച്ചു. ഇനി നമുക്ക് സെയിലിൻ്റെ കാര്യം പഠിക്കാം. കം ഇൻട്രസ്റ്റ് ഓർ കം ഡിവിഡൻഡ് സെയിൽസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യം എന്ന് നമുക്ക് നോക്കാം. സെയിൽസ് നടത്തുമ്പം എന്താ, സെയിൽസ് എമൗണ്ടിൽ ഈ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് സോൾഡ് അറ്റ് കം ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് സെയിൽ ചെയ്യുന്നത് കം ഇൻട്രസ്റ്റിലാണെങ്കിൽ അതിൻ്റെ എൻട്രി, സെയിൽസിൻ്റെ എൻട്രി എന്താ, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എന്ത് വരും, ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ നമ്മൾ എന്താ, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് അക്കൗണ്ടിനെയും കൂടെ നമ്മൾ ചേർത്ത് ക്രെഡിറ്റ് ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞ ആ എൻട്രിനെ നമ്മളൊന്ന് തിരിച്ചിട്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ ആ എമൗണ്ട് എഴുതുന്നതിലാണ് വ്യത്യാസമെന്ന് പറഞ്ഞല്ലോ. ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നതിൽ എന്താ എപ്പോഴും കംപ്ലീറ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് നടത്തുന്ന എമൗണ്ടാണ് വരുന്നത്, അല്ലേ? ഇത് കം ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടും കൂടെ
ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന എന്താ, കൊട്ടേഷൻ പ്രൈസിനകത്ത് ഇൻട്രസ്റ്റും ഉണ്ട് കോസ്റ്റും ഉണ്ട്. അപ്പം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ്, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ കോസ്റ്റ് എമൗണ്ടും ഉണ്ട്, ടു ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് അക്കൗണ്ടിൽ അക്രൂഡ് ഇൻട്രസ്റ്റും ഉണ്ട് അല്ലേ. ഇനി അടുത്തത് സെക്കൻഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആർ സോൾഡ് അറ്റ് പ്രോഫിറ്റ് ആണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു P&L എന്ന് വരും. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു, ആ P&L അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. പിന്നെ അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ സോൾഡ് അറ്റ് ലോസ് ആണെങ്കിൽ എൻട്രി നേരെ തിരിച്ച്, P&L അക്കൗണ്ട് ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, P&L അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇതൊക്കെ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ടു P&L എന്ന് പറഞ്ഞ് കാണിക്കും, ലോസ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ P&L എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി അടുത്തത് കേസ് 4, എക്സ് ഇൻട്രസ്റ്റ് ഓർ എക്സ് ഡിവിഡൻഡ് സെയിൽ. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റോ ഡിവിഡൻറ്റോ എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എങ്ങനെയാണ്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സെയിലാണെങ്കിൽ എങ്ങനെയാണ് എൻട്രി വരുന്നത് എന്നാണ് നോക്കുന്നത്. എൻട്രി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലും സെയിം ആണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഓർ ഡിവിഡൻറ്റ് അക്കൗണ്ട്. പക്ഷേ അതിൻ്റെ എമൗണ്ട് ആണ് വ്യത്യാസം വരുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മാത്രമായിരിക്കും കൊട്ടേഷൻ പ്രൈസ് അല്ലേ. അപ്പോൾ കൊട്ടേഷൻ പ്രൈസ് പ്ലസ് അക്രൂഡ് ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ബാങ്ക് അക്കൗണ്ടായിട്ട് ഡെബിറ്റ് ചെയ്യുന്നത്. ആ എമൗണ്ട് ആയിരിക്കും സെല്ലർ മേടിക്കുന്നത്. പിന്നെ ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, എത്ര എമൗണ്ടിൽ, കൊട്ടേഷൻ പ്രൈസിൽ. ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഓർ ഡിവിഡൻറ്റ് അക്കൗണ്ടിൽ അക്രൂഡ് ഇൻട്രസ്റ്റിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻട്രി എങ്ങനെയാണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഓർ ഡിവിഡൻറ്റ് അക്കൗണ്ട്. അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ എമൗണ്ട്, സെയിൽസിൻ്റെ എമൗണ്ട് കാണിക്കുമ്പം ഇൻട്രസ്റ്റ് കോളത്തിൽ അക്രൂഡ് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കാണിക്കുക, പിന്നെ കോസ്റ്റിൻ്റെ കോളത്തിൽ ആ കൊട്ടേഷൻ പ്രൈസ് എത്രയാണോ അത് കാണിക്കുക. ഇനി അടുത്ത എൻട്രി ഇൻവെസ്റ്റ്മെൻറ്റ് ആർ സോൾഡ് അറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു P&L. ഇപ്പോൾ ലോസിലാണെങ്കിൽ P&L അക്കൗണ്ട് ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അടുത്തത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വേരിയബിൾ ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ്. ഇത് റേറ്റ് ഓഫ് റിട്ടേൺ ഫിക്സഡ് അല്ലാത്ത സെക്യൂരിറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിൽ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ഡിവിഡൻഡ് റിസീവ്ഡ് ആണ്, ഡിവിഡൻഡ് കിട്ടുന്നതാണ്. അപ്പം ആ ഡിവിഡൻറ്റിന് ബാക്കി നോർമലി നമ്മൾ അതിന് റെക്കോർഡ് ചെയ്യുന്നതിനേക്കാളും വ്യത്യാസപ്പെട്ട രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഡിവിഡൻഡ് റിസീവ്ഡിന് ഒരു മെയിൻ കാര്യം, ആ ഡിവിഡൻഡ് റിസീവ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നതിന് റെക്കഗ്നൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് P&Lലോ ഒക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ആ ഡിവിഡൻഡ് റിസീവ് ചെയ്യാന്നുള്ള റൈറ്റ് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കതിനെ P&Lൽ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ഡിവിഡൻറ്റിൻ്റെ മെയിൻ ഇഷ്യൂ ഡിവിഡൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ 2 പീരീഡിലെ പ്രോഫിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ 2 ഐറ്റം ഉണ്ട്. അത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രശ്നമായിട്ടുള്ള ഒരു കാര്യം. അപ്പം ഈ കേസിനകത്ത് ഡിവിഡൻറ്റിന് തന്നെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കാരണം ലാസ്റ്റ് ഡിവിഡൻറ്റ് പേയ്മെൻറ്റ് നടത്തിയത് തൊട്ട് പുതിയൊരു ഡിവിഡൻറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ പീരീഡ് വരെയുള്ള അതിനെ നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയും. അതിന് ശേഷമുള്ളതിനെയാണ് നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയും. അപ്പം ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഐറ്റമാണ് അത് ശരിക്കും ക്യാപിറ്റൽ നേച്ചറിലുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് നമ്മൾ കാണിക്കും. പോസ്റ്റ് അക്വിസിഷൻ എന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഇൻകമായിട്ട് P&Lൽ കാണിക്കുന്നത്.
നമ്മളിപ്പോൾ നോർമലി ചെയ്യുന്ന പോലെ എന്താ പർച്ചേസ് പ്രൈസിനെ നമ്മൾ കോസ്റ്റ് കോളത്തിൽ ഡെബിറ്റ് ചെയ്യും അല്ലേ. ഡെബിറ്റ് സൈഡിൽ കോസ്റ്റ് കോളത്തിലാണ് നമ്മൾ പർച്ചേസ് പ്രൈസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കോസ്റ്റ് കോളത്തിൽ തന്നെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അതായത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും അത് കാണിക്കുന്നത്. കാരണം അതൊരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്, അത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത് നമ്മുടെ ഇൻകം ആണ്, അതൊരു റവന്യൂ റെസീപ്റ്റ് ആയിട്ടും കാണിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ബോണസ് ഷെയറിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നോക്കാം. ശരിക്കും ബോണസ് ഷെയർസ് എന്താ, ബോണസ് ആയിട്ട് കൊടുക്കുന്ന ഷെയർസ് ആർക്ക് കൊടുക്കുന്നു? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവരെത്രത്തോളം അവരുടെ ഹോൾഡിങ്സ് എങ്ങനെയാണോ അതിൻ്റെ കണക്കിൽ അവർക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യും. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. ആ ടൈപ്പ് ഓഫ് ഷെയർസിനെയാണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ? ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഓൺലി ഇൻ നോമിനൽ കോളം. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ നോമിനൽ കോളത്തിൽ മാത്രമേ ഉള്ളൂ ഇതിനെ റെക്കോർഡ് ചെയ്യത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നോമിനൽ കോളത്തിൽ മാത്രം അത് റെക്കോർഡ് ചെയ്യും. കോസ്റ്റ് കോളത്തിൽ ഒന്നും തന്നെ ഇല്ല, കാരണം കോസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതൊന്നുമില്ല. പിന്നെ ആവറേജ് കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ഇസ് ഡിക്രീസ്ഡ്. അപ്പം നമ്മൾ ഫൈനലി നമ്മൾ ഇയർ എൻഡിൽ നമ്മൾ ഈ ഷെയർസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ആദ്യമേ ഉള്ള ഒരു 10,000 ഷെയർസിൻ്റെ കൂടെ ഒരു 5,000 ബോണസ് ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടലി 15,000 ഷെയർസായി മാറുമല്ലോ. അപ്പോൾ എന്താ, ആ 10,000 ഷെയർസിൻ്റെ വാല്യൂ ആയിരിക്കും ഇപ്പോൾ ഫൈനലി വരുമ്പം ആ 15,000 ഷെയർസിന് മൊത്തത്തിലുള്ളത്. വാല്യൂ അല്ല, കോസ്റ്റ്. അതാണ് പറയുന്നത് ആവറേജ് കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ഇസ് ഡിക്രീസ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താ നമുക്ക് നോക്കാം, റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ അവരുടെ ഹോൾഡിംഗ് ഉള്ളതുകൊണ്ട് അവർക്ക് ആദ്യമേ തന്നെ ഈ ഷെയർസ് ഓഫർ ചെയ്യുന്നു. ആ ഇഷ്യൂവിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ റൈറ്റ് വേണമെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ അതൊരു തേർഡ് പാർട്ടിക്ക് അവർക്ക് മാറ്റാം. അങ്ങനെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. When the right shares are offered or subscribed, cost of right shares should be added to the existing carrying amount in the cost column. Face value of right shares is recorded in the nominal column. എന്താ കണ്ടില്ലേ, നോർമലി ഉള്ള പോലെ തന്നെയാണ്. ഷെയർസ് ഓഫർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ റൈറ്റ് ഷെയർസിൻ്റെ കോസ്റ്റ് ആ കോസ്റ്റ് കോളത്തിൽ ആഡ് ചെയ്ത് കാണിക്കും, ഉള്ള എക്സിസ്റ്റിംഗ് എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. അതിൻ്റെ ഫേസ് വാല്യൂ നോമിനൽ കോളത്തിൽ റെക്കോർഡ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഈ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പക്ഷേ അത് സെയിൽ ചെയ്തു. അങ്ങനത്തെ കേസിലാവുമ്പോൾ ആ സെയിൽസ് പ്രൊസീഡിൻ്റെ എമൗണ്ട് നമ്മൾ P&L അക്കൗണ്ടിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഇതിലേക്കോ ആയിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. മറ്റേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും അതായത് റൈറ്റ്സ് ആർ നോട്ട് സബ്സ്ക്രൈബ്ഡ് ബട്ട് സോൾഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് P&L കാണിക്കുന്നു. ഓൾട്ടർനേറ്റീവ്ലി ഇറ്റ് ക്യാൻ ബി ക്രെഡിറ്റഡ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻ ദി കോസ്റ്റ് കോളം. ദിസ് വിൽ റെഡ്യൂസ് ദി ക്യാരിങ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം ഇതിനെയും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലും കാണിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് വരും എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുമ്പോൾ ഇപ്പുറത്തെ കോസ്റ്റിൻ്റെ എമൗണ്ട് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പം കോസ്റ്റ് കുറഞ്ഞു വരുമല്ലോ, അതാണ് പറയുന്നത്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സിൻ്റെ നമുക്ക് പഠിക്കാനുള്ള പോർഷൻ.